നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നേർച്ച പൂർണ്ണമായാലല്ലേ വിചാരിച്ച ഫലം കിട്ടുള്ളൂ. ഞാൻ തേങ്ങ ഓരോന്നോരോന്നായിട്ട് രാജുവിന്റെ കയ്യിൽ എടുത്തു തരാം. രാജു ഉടക്കി. ഏയ് അത് പാടില്ല, മാഡം തന്നെ ഉടയ്ക്കണം. ആണോ? ആ ശരി. ദൈവമേ, കാത്തോളേ. രാജു, ആ തേങ്ങ രാജു ഉടക്കി. അത് അവസാനത്തെ തേങ്ങയല്ലേ? അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പറ്റില്ല, രാജു തന്നെ ഉടയ്ക്കണം. കാരണം ഈ നേർച്ച രാജുവിനും കൂടിയുള്ളത്. എനിക്കോ? അതെ. രാജു എനിക്ക് വേണ്ടി അറസ്റ്റിലായപ്പോഴാ ഞാൻ ഈ നേർച്ച നേർന്നത്. രാജുവിന് ഒരു പ്രശ്നവും വരാതെ രാജു പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ച 101 തേങ്ങ ഉടച്ചേക്കാന്ന് ഞാൻ നേർച്ച നേർന്നത്. എന്താ മേഡം ഈ പറയുന്ന? അതെ, എനിക്ക് വേണ്ടി രാജു അറസ്റ്റിലായപ്പോ എനിക്ക് എന്തുമാത്രം വിഷമമായെന്ന് രാജുവിനറിയോ? അപ്പൊ പിന്നെ എക്സാമിന് ജയിക്കണം, വർമ്മ സാറായിട്ടുള്ള പ്രശ്നം തീരണം എന്നൊക്കെ പറഞ്ഞാണ് നേർച്ച നേർന്നെന്ന് പറഞ്ഞോ? അതൊക്കെ എന്റെ ആഗ്രഹങ്ങളല്ലേ രാജു. അതിലും വലുതല്ലേ എനിക്ക് വേണ്ടി വലിയൊരു ത്യാഗം ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നേർച്ച നേർന്ന് അത് നിറവേറ്റുന്നതും. ഋതിക മാഡത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ മാഡത്തിന്റെ മുൻകോപവും പെരുമാറ്റവും ഒക്കെ എന്നെ വിഷമിപ്പിക്കാറുണ്ട്. പക്ഷെ അതേ മാഡം തന്നെ ഇങ്ങനെ കരുണയോടെ പെരുമാറുമ്പോ എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാജു ഒന്നും പറയണ്ട. വാ, ഈ തേങ്ങ നമുക്ക് ഒരുമിച്ച് ഉടയ്ക്കാം. രാജു, ഈ തേങ്ങയ്ക്കുള്ളില് പൊങ്ങുണ്ടായിരുന്നു. ഐശ്വര്യവും ദേവീ കടാക്ഷവും. നിങ്ങക്ക് നല്ലത് വരും മക്കളെ. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചുടച്ച ഈ നാളികേരത്തിലുണ്ടായിരുന്ന ഈ പൊങ്ങ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ദേവി തന്ന സൂചനയാ മക്കളെ. നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഉടനെ ഉണ്ടാവും കേട്ടോ. ധൈര്യമായിരിക്കെ. അല്ല മുത്തശ്ശി, അതിന് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരൊന്നുമല്ല. പക്ഷേ നിങ്ങളെ കണ്ടാൽ അങ്ങനെ പറയില്ല. മുത്തശ്ശി നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്നതിന്നാർക്ക് ചേരണോന്ന് ജനന സമയത്തെ ദൈവം തീരുമാനമെടുക്കും. ചിലപ്പോ ഒരുമിച്ച് ചേരേണ്ടത് നിങ്ങളാണെങ്കിലോ ആർക്കറിയാം, അല്ലേ? അയ്യോ മുത്തശ്ശി. രാജു, എന്റെ അടുത്തുനിന്ന് കുറച്ച് മാറി നിന്നേ. ഓ ശരി മാഡം. മതിയോ? മതി മതി. അല്ല മാഡം, ക്ഷേത്രത്തിൽ കുറച്ചു നേരം ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടിട്ട് പോയാ മതിയെന്നല്ലേ തിരുമേനി പറഞ്ഞ? ആ അതെ, പക്ഷേ നമുക്ക് ഒരുമിച്ചിരിക്കണ്ട. ആ മുത്തശ്ശി വീണ്ടും വന്ന എന്റെ ദൈവമേ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നമുക്കേ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.